മിസ് ഇന്ത്യക്ക് പോകാനുള്ള ചാൻസ് കിടക്കുന്നുണ്ടല്ലോ, അപ്പൊ വേണമെങ്കിൽ പോയി. മിസ് ക്വീൻ ഓഫ് ഇന്ത്യക്ക് പോയി. അതല്ല നമ്മൾ ചോദിച്ചത്, മറ്റേ നമ്മുടെ ശ്വേതാമേനൊക്കെ പോയേക്കുന്ന എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കിനി ഉണ്ട്. ബിക്കിനി ഷെഡ് ഇടണം. ഷെഡ് മാത്രല്ല ചേച്ചി മോളിലിടണം. അപ്പൊ ബാക്കി മത്സരത്തിന് അത് ഇടാനാണോ പോയിക്കൊണ്ടിരുന്നത്? ഇതാണോ? അത് ഞാൻ ചെറുതിലെ വീണതാണ്. നേരത്തെ വീണ്ടും എന്റെ മുട്ടിലുണ്ട്. സോറി, ഞാൻ കാണിക്കില്ല. ചെറിയ കുടിപ്പിട്ടോണ്ട് വരുമ്പോ പിന്നെ കാണിക്കാം, വേറൊരു എപ്പിസോഡ്, സ്പെഷ്യൽ എപ്പിസോഡിൽ. ഇതൊരു 3 വയസ്സിലൊക്കെ പറ്റിയതാ. തട്ടിയതാണോ? ഇല്ല, ഞാൻ അമ്മ പറഞ്ഞ കേൾക്കാതെ എന്തോ പോയി വീണതാണ്, കല്ലിൽ പോയി അടിച്ചു. ഞാൻ ഇത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ എന്റെ അമ്മയുടെ അച്ഛൻ അപ്പൊ ഇങ്ങനെ ഭക്ഷണം തന്നോണ്ടിരിക്കാറ്. അപ്പൊ ഈ കർട്ടൻ ഇട്ടിട്ടുണ്ട്, എന്റെ മേശയുടെ മോളിൽ ഇരുത്തിയ ഭക്ഷണം. അപ്പൊ ഞാൻ ഈ കർട്ടൻ അടിക്കൊണ്ട് ഭക്ഷണം കഴിച്ചപ്പോ താഴെ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. പടയെന്ന് പറഞ്ഞു വീണു, പാത്രം മുറിഞ്ഞ് കാലിലോട്ട് കയറി. സാറില്ല, എന്നും ഒരു മുറിപ്പാടായിട്ട് എന്റെ അപ്പൂപ്പനെ ഓർക്കുന്ന ഞാൻ ആ പാട് തൊടുമ്പോഴാണ്. ഇന്ന് എന്ത് പറ്റിയെനിക്ക്? ഇത് ദേഹത്ത് തൊട്ടാൽ ആകെ ഒരു കുളിരാണ്. അപ്പൊ ഞാൻ തൊടുമ്പോ ചേട്ടന് കുളിരുമുണ്ട്, എന്നിട്ട് എന്നെ അറിയിക്കാണ്ട് റിമി എന്ന് പറഞ്ഞ് ചതിക്കുമായിരുന്നു അല്ലെ എന്നെ. എനിക്കത് ഇഷ്ടമില്ല. ഇഷ്ടമാണ് ഇഷ്ടമെന്ന് പറഞ്ഞു, അല്ലാണ്ട് എനിക്ക് ഇഷ്ടമില്ല. വാ ചേട്ടാ, വാ അടുത്ത് നിൽക്കൂ. ഞാൻ എങ്ങോട്ട് വീണു? ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാ ഞാൻ ജയിക്കും. ഓക്കെ, റെഡി? അത് തുടങ്ങിക്കോ. ഹീലുള്ള ചെരുവായിട്ടേ ആയിക്കോട്ടെ. എങ്ങോട്ട്? ഇങ്ങോട്ടോ? ഞാൻ ഇങ്ങോട്ട് വലിക്കണോ? ഹീലുള്ള ചെരുപ്പായി. എന്തൊക്കെയാണ് വിശേഷം? എന്താ ആരോഗ്യമൊക്കെ ഉണ്ട് മോനെ? എത്ര ഞാൻ എപ്പോഴും കാണുമ്പോ അയ്യോ ഞാൻ അങ്ങനെ അങ്ങനെ ചേട്ടൻ ഭയങ്കര കുറച്ച് കൃമിയുണ്ട്. മറ്റേ അത് എന്റെ സ്കൂളിൽ വിളിച്ചോണ്ടിരുന്ന ഇരട്ടപ്പേര്. അത് ഓർമ്മ. ഒരിക്കലും തണുപ്പില്ലാത്ത വെള്ളം. കണ്ടി വന്ന് അടുത്തത് നോക്കണത്. ഒരിക്കലും തണുപ്പില്ലാത്ത വെള്ളം. 10 വരെ എണ്ണും കേട്ടോ. 1 കാടിവെള്ളം. ഉത്തരം പറഞ്ഞു, കാടിവെള്ളം. ഒരു ആവശ്യമില്ലാണ്ട് പറഞ്ഞ കുട്ടിക്ക് പണിഷ്മെന്റ് കൊടുത്തിരിക്കണം. അതിവിടെ പറഞ്ഞ ഞങ്ങൾ കേൾക്കും. കാരണം എന്നോട് അല്ലെങ്കിൽ മനസ്സിൽ പറയണായിരുന്നു കേട്ടോ. ഇത് എന്റെ ചെവി വന്നിട്ട് കാടിവെള്ളം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞാന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം ചൂടുവെള്ളമായിരുന്നു. കത്തുന്ന നിറം. സോറി, കുത്തുന്ന നിറം. കുത്തുന്ന നിറം. 1 കത്തി. സോറി, ചുമ്മാ വേറെന്തിന്റെ ആൻസർ ആയിരുന്നു. അവള് കണ്ടു. ഈ പെൺകുട്ടിയുടെ കള്ളത്തരം കണ്ടുപിടിച്ചോ? എന്റെ ഇതിനകത്തുനിന്ന് ചോദ്യപേപ്പർ ചോർത്തിട്ട് കത്തിന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അത് പൊട്ട ഉത്തരവായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങളുടെ ഭാഗത്ത് പൊട്ട ഉത്തരവായിരുന്നു. പണിഷ്മെന്റ്. ഇതുപോലെ ഒരു അബദ്ധം പറ്റിപ്പോയി. അതിന്റെ ഉത്തരം കുത്തുന്ന നിറം പച്ച. പച്ചയിലെ നമ്മൾ കുത്തുന്നത്. ഈ വിസിൽ റൗണ്ട്, ക്വിസ് റൗണ്ട് ഒക്കെ ഇന്ന് എത്ര പേരാണ് ടിക്ടോക്കിലൊക്കെ എടുത്തത്. ഞാൻ പലതും എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ഉയ്യോ പറഞ്ഞ ചിരിയും. ഒരു മുള്ളംമുടി പോലത്തെ ഒരു പയ്യന്റെ അടുത്ത് എപ്പോഴും സ്ഥിരമായിട്ട് നീന്ന് കണ്ടു. പിന്നെ ഒരു പെങ്കൊച്ചിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെയൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് 1-1-3 കൊണ്ടുവരാം. ഞാൻ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ റെഡി ആയിട്ടിരുന്നോളൂ കേട്ടോ. ഇത് മാത്രല്ല, നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുന്നതിന്റെ ഭാഗ്യമായിട്ട് ഭാഗമായിട്ട് നിങ്ങൾക്കൊരു ഭാഗ്യമായിരിക്കും. പക്ഷെ അവസാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെറ ചെറ പറ പറ എന്ന് ജഗതി ചേട്ടൻ പറയുന്നത് ഇങ്ങനെ ചെറ ചെറ പറ പറ. എങ്ങനെയാണ് ജഗതി ചേട്ടൻ പറയണേ? ചെറ ചെറ പറ പറ ചെറ ചെറ പറ പറ. സാമ്പാറും രസവും തമ്മിലുള്ള വ്യത്യാസം. സാമ്പാറിൽ മുങ്ങി തപ്പി വെണ്ടയ്ക്കം കിട്ടി, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. എന്താ
എന്തായിരിക്കും അത്? സാമ്പാറ് രസം തമ്മിലുള്ള വ്യത്യാസം. അല്ല, ഇപ്പൊ ഞാൻ പാടിയ പാട്ടിന്റെ ബാക്കി എന്തായിരിക്കും? വെണ്ടയ്ക്ക കഷ്ണം കിട്ടി, സാമ്പാറിൽ മുങ്ങി തപ്പി, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, കവി കായപ്പൊടി. ഉദ്ദേശിച്ച അല്ല. ഉണ്ട തക്കാളി തക്കാളി തക്കാളി. കായപ്പൊടി. ഇനി ചോദ്യത്തിലോട്ട് വരാം. സാമ്പാറും രസവും തമ്മിലുള്ള വ്യത്യാസം. കായപ്പൊടി ഇട്ടില്ല. ഉത്തരം തെറ്റാണ് കേട്ടോ. വളരെ ബുദ്ധിപൂർവ്വം ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. കായപ്പൊടി രസത്തിലിടുന്ന ആരാ? 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 പക്ഷെ ഇത് കുസൃതിയായിരുന്നു. കുസൃതി അപ്പൊ മോള് പറഞ്ഞത് കായപ്പൊടി രസത്തിൽ അല്ല, കായപ്പൊടി രസത്തിലിടില്ല, പക്ഷെ കായപ്പൊടി സാമ്പാറിലിടും. അമ്മേ, അത് ശരിയാണ് അമ്മേ. അതിന്റെ ഉത്തരം ഇതായിരുന്നു, സാമ്പാർ കഴിച്ചാൽ രസം കിട്ടും, പക്ഷെ രസം കിഴക്കോട്ട് പോകുന്ന ഒരു ഇലക്ട്രിക് ട്രെയിനിന്റെ പുക എങ്ങോട്ടാണ് പോകുക? വടക്കോട്ട്. കറക്റ്റ്. വളരെ ചിന്തിച്ചതന്നെ, വളരെ ചിന്തിച്ചു. അതാണ് ഇതിനു മുമ്പ് വിസിൽ റൗണ്ട് കണ്ട എക്സ്പീരിയൻസ് ഉണ്ടായത് മാത്രമാണ് ഇത്തരത്തിൽ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ഉത്തരം പറയാൻ സാധിച്ചത്. അതിന്റെ ഉത്തരം ഇതാണ്. കൈതാദ്യം. ഇലക്ട്രിക് ട്രെയിനിന് പുകയില്ല. എന്നെ പോലെ ഉണ്ണിയാർച്ച. ഞാൻ കത്തിയുമായിട്ട് നിൽക്കുന്ന ഉണ്ണിയാർച്ച. ഇന്ന് എല്ലാ പെൺകുട്ടികളുടെയും കയ്യിൽ ഈ കത്തിയുണ്ട്. എന്തിനാണെന്നറിയാലോ? കത്ത് താഴെ കുട്ടി പേടിയാണല്ലേ? എല്ലാരും ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. മര്യാദയ്ക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരുടെ ഒന്നും മുറിച്ചു കളയാൻ ആരും വരത്തില്ല. ഒരേ ഒരു ആഗ്രഹമാണ് പറയാൻ പോവാണ്. ഷാരൂഖ് ഖാന് മാത്രം പൊക്കിയ പോരാ, എനിക്കും അബൂക്കാക്കും കൂടെ ഒന്ന് റിമീനെ പൊക്കണം. സപ്പോർട്ടല്ലേ? ഇല്ല, ഒരു പ്രാവശ്യം ഞങ്ങൾ വളരെ സേഫ് ആയിട്ടേ വെക്കുള്ളൂ. ഇല്ല, അത് അന്നാലും സമ്മാനാനോടാണ്. ഇല്ല അബൂക്ക, ഇല്ല, ഇല്ലെങ്കിൽ സമ്മാനാനം ഇവിടെ ഇല്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല, ഉണ്ടോ? ഉണ്ടോ? സമ്മാനാനം ഉണ്ടോ ഇവിടെ? ഇല്ല. ഞങ്ങള് മലയാള സിനിമ അട്ടക്ക ഇത്രയും പേരൊന്നും അടി ഇടി സേഫ് ആയിട്ട് ആദ്യമായിട്ട് പറയാട്ടോ. എന്റെ ഓർമ്മയിൽ ഞാൻ എന്നും മനോഹരമായി സൂക്ഷിക്കുന്ന ഒരു ചിത്രമാണ് ഷാരൂഖ് ഖാന്റെ. സമ്മതിച്ചു. എനിക്കത് നശിപ്പിക്കാൻ ഞാൻ ആർക്കും കൊടുക്കുന്നുണ്ട്. ഞാനപ്പോ പറയാ, അത് ഞാൻ വിശ്വസിക്കത്തില്ല. അപ്പൊ റിമി ചേച്ചി അങ്ങനെ ഒന്നും കൊടുക്കൂല. റിമി ചേച്ചി ഒരു അനിയനെ പോലെയോ ഒരു ബ്രദറിനെ പോലെയോ കരുതി കൊടുക്കുമല്ലേ? അങ്ങനെ. പക്ഷെ ഇങ്ങനെ പറഞ്ഞാലും ഭയങ്കര ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ കൊടുക്കൂല. ബാക്ക് സ്ക്രീനിൽ വെച്ചിട്ട് അങ്ങനെ കൊടുക്കും. ഡയലോഗ് നിന്റെ അച്ഛനാടാ പറയുന്നത്, കത്തി താഴെടാ എന്ന് പറയുന്നത് പല ഭാവത്തിൽ പറയും. ആദ്യം പ്രേമത്തിൽ, പ്രേമവികാരത്തോടെ നിന്റെ അച്ഛനാടാ പറയണേ, കത്തി താഴെടാ. ഇനി ഇതില് ഹാസ്യം. അച്ഛനാടാ പറഞ്ഞ കത്തി താഴെ.